വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല, ഓപ്ഷൻ ബി ജാമിയ മിലിയ സർവകലാശാല, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു സർവകലാശാല, ഓപ്ഷൻ ഡി കേരള സർവകലാശാല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ്: തിക്കുറിശി സുകുമാരൻ നായർ, ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി TE വാസുദേവൻ. ആൻസർ നോക്കാം. TE വാസുദേവൻ. JC ഡാനിയൽ അവാർഡ് നൽകുന്നത് കേരള സംസ്ഥാന സർക്കാരാണ്. JC ഡാനിയൽ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1992. ആദ്യമായി ലഭിച്ചത് TE വാസുദേവൻ. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി N കരുണിനാണ്. ഈ പുരസ്കാരം മലയാള സിനിമയിലെ സമഗ്ര സംഭാവനകളെ മാനിച്ചുള്ള പരമോന്നത ബഹുമതിയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി സിഡ്നി, ഓപ്ഷൻ സി ഹാമിൽട്ടൺ, ഓപ്ഷൻ ഡി ഗ്ലാസ്ഗോ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഹാമിൽട്ടൺ. 1930 ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. രാജ്യം കാനഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഓപ്ഷൻ എ 88, ഓപ്ഷൻ ബി 115, ഓപ്ഷൻ സി 96, ഓപ്ഷൻ ഡി 107. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 107. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ BVR സുബ്രഹ്മണ്യൻ, ഓപ്ഷൻ ബി അമിതാഭ് കാന്ത്, ഓപ്ഷൻ സി ബിമൽ ജലാൽ, ഓപ്ഷൻ ഡി സുരേഷ് പ്രഭു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിനെ പറ്റി നോക്കാം. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് അതിന്റെ ഫുൾ ഫോം. ഈ നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8. ഈ ഡേറ്റ് അടക്കം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. ആദ്യത്തെയും ഇപ്പോഴത്തെയും. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആദ്യത്തേത് അരവിന്ദ് പനഗരിയ, ഇപ്പോഴത്തെ ആണെങ്കിൽ സുമൻ ബറി. നീതി ആയോഗിന്റെ CEO ആദ്യത്തെ CEO സിന്ധുശ്രീ ഗുള്ളറും ഇപ്പോഴത്തെയാണ് BVR സുബ്രഹ്മണ്യം. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആയോഗ് ആണ്. നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നോക്കാം. സംസ്ഥാന സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ്. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. നെക്സ്റ്റ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക. നെക്സ്റ്റ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തരാക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും ഇപ്പോൾ ചോദിച്ചു വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. മൂന്നാമത്തെ പ്രസ്താവന സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആൻസർ നോക്കാം. ഓപ്ഷൻ എ 1 മാത്രം ശരി. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഓപ്ഷൻ ബിയുടെ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കാൻ എന്ത് ചെയ്തു? തീരുമാനിച്ച സമ്മേളനമാണ്.
ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. 1929 നടന്നത്. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, ഓപ്ഷൻ ബി ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ, ഓപ്ഷൻ സി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, ഓപ്ഷൻ ഡി അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് എന്നുള്ളതാണ് തെറ്റായ ജോഡി. അനുശീലൻ സമിതി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ബരീന്ദ്രകുമാർ ഘോഷും പ്രമാദ് നാഥ് മിത്ര. 1902 അനുശീലൻ സമിതി ആരംഭിച്ചത്. അനുശീലൻ സമിതി പ്രസിദ്ധീകരിച്ച ലഘുലേഖയാണ് ഭവാനി മന്ദിർ. അനുശീലൻ സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണമാണ് യുഗാന്തർ. യുഗാന്തർ 1906 എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് യുഗാന്തർ എന്നുള്ളത്. അനുശീലൻ സമിതിയുടെ ശാഖ ധാക്കയിൽ ആരംഭിച്ചത് പുലിൻ ബിഹാരി ദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 1. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുക്കുന്നത് സെമീന്ദാർ ആയിരുന്നു. നെക്സ്റ്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത്. അടുത്ത പ്രസ്താവന, കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാന്മാരായിരുന്നു. കോൺവാലിസ് പ്രഭു ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ബംഗാളിൽ നടപ്പിലാക്കിയ ഒരു നികുതി നയമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത് മഹൽവാരി സമ്പ്രദായമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ KM ചന്ദ്രശേഖർ, ഓപ്ഷൻ ബി ഹീരാലാൽ സമാരിയ, ഓപ്ഷൻ സി വിനോദ് കുമാർ തിവാരി, ഓപ്ഷൻ ഡി സുധീർ ഭാർഗവ. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ഹീരാലാൽ സമാരിയ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. ആദ്യത്തെ വനിത ചോദിക്കുകയാണെങ്കിൽ ദീപക് സംധു. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമാരിയ. കേരള സംസ്ഥാനത്തിലെ ചോദിക്കുകയാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഡിസംബർ 19. ആസ്ഥാനം തിരുവനന്തപുരം. ആദ്യത്തെ വ്യക്തി, കമ്മീഷണറായ ആദ്യ വ്യക്തി പാലാട്ട് മോഹൻദാസ്. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കേണ്ടതാണ്. ഈ ഘടന തന്നെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഉള്ളത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണറെയും കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് സംസ്ഥാനത്തിൽ വരുമ്പോൾ ഗവർണറാണ് അവരെ നിയമിക്കുന്നത്. നെക്സ്റ്റ്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ കേന്ദ്രത്തിലാണെങ്കിൽ പ്രധാനമന്ത്രി നാമനിർദ്ദേശനം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. നെക്സ്റ്റ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇവർ 3 പേരായിരിക്കും ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലാണെങ്കിൽ മുഖ്യമന്ത്രിയും നിയമസഭാ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഓപ്ഷൻ എ ലിപ്പുലേക്ക്, ഓപ്ഷൻ ബി നാഥുല, ഓപ്ഷൻ സി ഷിപ്കില, ഓപ്ഷൻ ഡി സോജിൽ. ആൻസർ ഓപ്ഷൻ എ ലിപ്പുലേക്ക്. ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലഡാക്ക്. നമുക്ക് നോക്കാം മറ്റുള്ള ചുരങ്ങളും കൂടി നോക്കാം. സോജില ചുരം, അത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഷിപ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഥുല സിക്കിം ടിബറ്റ്, ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഈ 4 ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്.
സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? നാഥുല ചുരമാണ് സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.